ങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഹൃദയാഘാതമാണെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഹോട്ടലിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. ദേവിക. രേഷ്മ, അതോടൊപ്പം തന്നെ 90കളിൽ തുടങ്ങി 90കളുടെ അവസാനത്തിലും 2000ത്തിന്റെ തുടക്കങ്ങളിലും ഉണ്ടായ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു നവാസ് എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സിനിമകളുണ്ട്. മാട്ടുപ്പെട്ടി മച്ചാനാകട്ടെ, മീനാക്ഷി കല്യാണമാകട്ടെ, തില്ലാനയാകട്ടെ, അങ്ങനെ നിരവധി സിനിമകൾ. ഏറ്റവും കൂടുതൽ തമാശ ചിത്രങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിന്റെ കൈകളിലെത്തിയെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ മറക്കാൻ സാധ്യതയില്ലാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ടെലിവിഷനിൽ ആ ചിത്രങ്ങൾ വരുമ്പോൾ കാണുന്ന കുറേ സിനിമകൾ, അതിലെല്ലാം വലിയൊരു ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കലാഭവൻ നവാസ് ഉൾപ്പെടെയുള്ള ഹാസ്യ കലാകാരന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ 90 കാലഘട്ടം തന്നെയാണ്. 92-ൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് നവാസ് സിനിമാ രംഗത്ത് സജീവമായി തുടങ്ങുന്നത്. അതിനുശേഷം ഈ ജൂനിയർ മാൻഡ്രേറ്റിലൊക്കെ അസാധ്യമായിട്ടുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. ഉത്തർപ്രദേശ്, കിടിലം, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാനിൽ അദ്ദേഹം ആ ഒരു കഥാപാത്രം ആ സിനിമയിൽ തന്നെ ആ സിനിമയെ കൊണ്ടുപോകുന്നത് തന്നെ ആ മാട്ടുപ്പെട്ടി മച്ചാനിലെ നവാസിന്റെ കഥാപാത്രം തന്നെയാണ്. അമ്മായിയമ്മയാണെങ്കിലും മൈ ഡിയർ കരടി ആണെങ്കിലും ആ ഒരു 99 കാലഘട്ടത്തിൽ നവാസ് എന്നുള്ള നടന്റെ അഭിനയ ശേഷി അത് വിളിച്ചു വന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ ചിത്രങ്ങളിലൂടെ ഒക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പിന്നീട് ഒട്ടനവധി ചിത്രങ്ങളാണ് 2000 കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്തത്. ഒരു ഗ്യാപ്പ് വന്നു എന്ന് പറയുന്നത് 2012-ൽ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് അച്ചായിൻസിലൂടെ നവാസ് വീണ്ടും ചലച്ചിത്ര രംഗത്ത് വീണ്ടും ഒരു രംഗപ്രവേശം നടത്തുന്നത്. ആ 5 വർഷക്കാലമാണ് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇടവേള എന്ന് പറയാൻ സാധിക്കുന്നത്. അതിന് മുൻപ് വരെ, അതായത് നമുക്കറിയാം, ഒരു 90 കാലഘട്ടത്തിൽ ഹാസ്യ കലാകാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങൾ തന്നെയാണ്. ചെറിയ മുതൽ മുടക്കിൽ വലിയ രീതിയിൽ വിജയം കൊയ്യാൻ സാധിക്കുന്ന ചിത്രങ്ങൾ ഇത്തരത്തിൽ ഹാസ്യ കലാകാരന്മാരുടെ എന്നുള്ള രീതിയിൽ പുറത്തു വന്നിരുന്നു. ആ ഒരു ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നവാസിന്റെ ചിത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം അവതരിപ്പിച്ച സഹനടനായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഈ പറയുന്ന നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന കഥാപാത്രങ്ങൾ. ആ ചിത്രത്തെ വലിയ രീതിയിൽ ഹാസ്യത്തിന്റേതായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ തന്റേതായിട്ടുള്ള മുഖമുദ്ര അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ചില സംഭാവനകൾ ആ ചിത്രത്തിൽ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾ ഇപ്പോഴും അതിലെ ചില ഡയലോഗുകൾ കൂടി നമുക്കിപ്പോഴും ഓർത്തിരിക്കുന്നെന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ 2025-ൽ ഒരു മറ്റൊരു ചിത്രം അദ്ദേഹം ചെയ്തിരുന്നു. ആ ചിത്രത്തിന് ശേഷം വീണ്ടും സജീവമായിട്ട് സിനിമാ രംഗത്ത് തുടരാമെന്നുള്ള തീരുമാനത്തിലും പ്രകമ്പനം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിലുമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് അഭിനയശേഷിയുള്ള കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഹാസ്യ താരത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശരി രേഷ്മ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ KP സുരേഷ് കുമാർ കൂടി ചേരുകയാണ് ഫിലിം ഡെസ്കിൽ നിന്ന്. KP, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം സങ്കടത്തോടു കൂടി അല്ലാതെ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 90കളുടെ അവസാനം 2000ത്തിന്റെ ആദ്യം ഈ ഒരു സമയത്ത് ഇറങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ തമാശ കൈകാര്യം ചെയ്യാൻ താങ്കൾക്ക് കഴിയുമെന്ന് തെളിയിച്ച കുറേ കലാകാരന്മാരുടെ സിനിമകൾ കൂടിയായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് ഇന്ന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കലാഭവൻ എന്ന് പറയുന്ന മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഒരു മെഡിക്കേറ്റ് ട്രൂപ്പിലൂടെ കലാരംഗത്ത് സജീവമായ ഒരു കലാകാരനാണ് കലാഭവൻ നവാസ്. ചൈതന്യം എന്ന സിനിമയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് ഏഴരക്കൂട്ടം, ജൂനിയർ മാൻഡ്രേറ്റ്, ഹിറ്റ്ലർ ബ്രദേഴ്സ്, മായാജാലം, മീനാക്ഷി കല്യാണം, അങ്ങനെ ഒരു പിടി സിനിമകൾ, മേരാനാം ഷാജി, ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമയുടെ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോറ്റാനിക്കരയിൽ എത്തിയത്. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ്, അവിടെ ഇടവേളയിലാണ് അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം എന്ന് തന്നെയാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ വർഷം പുറത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുള്ള
ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും അവസാനം തന്റെ വരവ് അറിയിച്ചത്. അതൊരു മികച്ച കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ നിറഞ്ഞു നിന്നത്. അങ്ങനെ മലയാളത്തിൽ ഒരുപിടി സിനിമകളുടെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും ഒരുപിടി സിനിമകളുടെ ഭാഗമാകാനും ആ സിനിമകളിലൊക്കെയും തന്റെ തനതായ അഭിനയത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതനായ അബൂബക്കറിന്റെ മകനാണ് അദ്ദേഹം. അങ്ങനെ നിയാസ് ബക്കർ അദ്ദേഹത്തിന്റെ സഹോദരനാണ്. ഈ നിയാസ് ബക്കറിന്റെ കൂടിയാണ് അദ്ദേഹം ഈ കലാഭവൻ ട്രൂപ്പിലൂടെ ഒരു നിറസാന്നിധ്യമായി മാറിയത്. കുടുംബത്തെ ചിരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നർമ്മബോധം അത് മലയാളികൾ അത് സ്റ്റേജ് ഷോകളിലൂടെ ആണെങ്കിലും സിനിമകളിലൂടെ ആണെങ്കിലും ഏറെ ആസ്വദിച്ചതാണ്. അങ്ങനെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടന്റെ വിയോഗമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ രേഷ്മ അടക്കം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം ചില ഇടവേളകൾ അദ്ദേഹത്തിന്റെ സിനിമാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന ഒരു നടൻ, ഒരു അഭിനേതാവ് ആയിരുന്നില്ല നവാസ്. കാരണം അദ്ദേഹം സിനിമകളിലൂടെ സജീവമാകുന്നു, വിവിധ ട്രൂപ്പുകളിലൂടെ സജീവമാകുന്നു, ഗായകൻ എന്ന രീതിയിൽ പേരെടുത്തു. പക്ഷെ അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന മലയാള സിനിമ നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട ഓരോ വ്യക്തിയും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കും. പക്ഷേ പിന്നീട് എപ്പോഴോ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സിനിമകൾ അത്ര ലഭിക്കാതെ പോയ ഒരു സാഹചര്യം പല വേദികളിലും അദ്ദേഹം നവാസ് സൂചിപ്പിക്കുകയുണ്ടായി. പല ഇന്റർവ്യൂകളിലും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പക്ഷേ മലയാള സിനിമയുടെ ഒരു കോൺഗ്രസിന്റെ ഭാഗമാകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിയാതെ പോയതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം എനിക്ക് സിനിമകൾ അത്രത്തോളം വരാത്തത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഒരുപിടി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ ഒരു കലാകാരനാണ് കലാഭവൻ നവാസ്. KP, അതോടൊപ്പം തന്നെ KPയിലേക്ക് എത്താം. ഇപ്പോൾ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും എത്തിച്ചേരുന്നുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് രേഷ്മ? നിലവിൽ മൃതശരീരം ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 25 മുതൽ കലാഭവൻ നവാസ് ഈ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. രാത്രി 9:10 ഹോട്ടൽ ജീവനക്കാരാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടൽ ജീവനക്കാർ കടന്നു തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു നവാസ്. എന്തായാലും നിലവിൽ മൃതശരീരം ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് നിരവധി പേർ, അതായത് നവാസിന്റെ ആ കാലഘട്ടത്തിൽ നവാസിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നവാസിനൊപ്പം സ്റ്റേഷനുകളിലാണെങ്കിലും ചലച്ചിത്ര രംഗത്താണെങ്കിലും പ്രവർത്തിച്ചിരുന്ന ഒട്ടനവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ നിലവിൽ, കലാകാരന്മാരാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത ശ്രമിച്ചിട്ടുള്ളത്. കാരണം 51 വയസ്സുകാരനായിട്ടുള്ള നവാസ് വീണ്ടും സജീവമായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം, എല്ലാവരോടും സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റം, അത്തരത്തിൽ എല്ലാ മേഖലകളിലും. കാരണം ഈ നവാസിന്റെ സൗഹൃദ വലയം എന്ന് പറയുന്നത് കേവലം സിനിമ മാത്രമല്ല, ഒട്ടനവധി കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നവാസ്. കാരണം നവാസ് പാരഡി ഗാനങ്ങളൊക്കെ തന്നെ പാടുമായിരുന്നു. നവാസിന്റെ പാരഡി ഗാനങ്ങൾ സ്റ്റേജ് ഷോകളിൽ അത്ര കണ്ട് കയ്യുടിയോടുകൂടിയാണ് പ്രേക്ഷകർ